ഫുട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു എൻട്രി നടത്താനിരിക്കുകയാണ് മാൻ യുണൈറ്റഡ്. നിലവിലിപ്പോൾ 34 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 61 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ് അവർ. ഇനി ലിവർപൂൾ, ബ്രൈറ്റണ്, സണ്ടർലാൻഡ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നീ 4 ടീമുകൾക്കെതിരെയാണ് അവർക്കിനി കളിക്കാനുള്ളത്. പക്ഷേ ഇനി 4 മത്സരത്തിലെ റിസൾട്ടൊന്നും മാൻ യുണൈറ്റഡിൻ്റെ ചാമ്പ്യൻസ് ലീഗ് എൻട്രിയെ ബാധിക്കില്ല എന്നതാണ്. കാരണം എന്താണ്? പ്രീമിയർ ലീഗിൽ നിന്നും 5 ടീമുകൾക്കാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുക. നിലവിലിപ്പോൾ 6-ാം സ്ഥാനത്തുള്ള ബ്രണ്ട്ഫോർഡിന് 51 പോയിന്റാണുള്ളത്. അവരാണെങ്കിലോ 35 മത്സരങ്ങൾ കളിച്ചും കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി 3 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ശേഷിക്കുന്നത്. ഇനി അഥവാ ശേഷിക്കുന്ന മത്സരങ്ങളിൽ അവർ ആ 3 മത്സരത്തിലും വിജയിച്ചു എന്ന് തന്നെ കരുതുക. എന്നാലും 51+9 അവർക്ക് 60 പോയിന്റ് ആകുന്നുള്ളൂ. അപ്പോഴും 61 പോയിന്റോടെ മാൻ യുണൈറ്റഡ് അവർക്ക് തൊട്ട് മുമ്പിലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അടുത്ത മത്സരങ്ങളിലെ റിസൾട്ട് വിജയമോ പരാജയമോ ആയിക്കോട്ടെ, മാൻ യുണൈറ്റഡ് അടുത്ത ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. യുണൈറ്റഡിൻ്റെ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ഈ എൻട്രി ഇത്രമേൽ കൊട്ടി ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? പ്രീമിയർ ലീഗിൽ വലിയ ലെഗസിയുള്ള, വലിയ പൈതൃകമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ്. കേവലം ഒരു ചെറിയ ടീമിൻ്റെ എൻട്രി ആണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു കാലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിരുന്നവരാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് ഇങ്ങനെ കടന്നു വന്നിരിക്കുന്നത്. ഉത്തരം വളരെ സിമ്പിളാണ്. അവരുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റ്സുകളും പെർഫോമൻസുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെയായിരുന്നു? കഴിഞ്ഞ സീസണിൽ ആകെ 42 പോയിന്റ്സ് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 15-ാം സ്ഥാനത്താണ് അവർക്ക് ആ സീസൺ അവസാനിപ്പിക്കാൻ സാധിച്ചത്. ഇനി അതിന് മുമ്പത്തെ സീസൺ നോക്കുമ്പോഴോ അതിൽ 60 പോയിന്റാണ് അവർക്ക് ആ സീസണിൽ നേടാൻ സാധിച്ചത്. ഇനി ഈ സീസണിലേക്ക് എത്തുമ്പോൾ 34 മത്സരങ്ങളിൽ നിന്ന് 61 പോയിന്റ് ഓൾറെഡി അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാരിക്കിന് മുമ്പോ 21 മത്സരങ്ങളിൽ നിന്ന് 9 വിജയമാണെങ്കിൽ അണ്ടർ കാരിക്ക് 13 മത്സരങ്ങളിൽ നിന്ന് 9 വിജയങ്ങളും അവർ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾഡ് ട്രാഫോർഡിലേക്ക് പുതിയ സൈനിങ്ങൾ നടത്തിയിട്ടില്ല. അമോറിമിൻ്റെ അതേ സ്ക്വാഡിൽ ചില മാറ്റങ്ങൾ വരുത്തിയതോടെ റിസൾട്ടിലും ആ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. ഇനി മൈക്കിൾ കാരിക്കിനെ നിലനിർത്തുമോ ഇല്ലയോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തു തന്നെയായാലും അദ്ദേഹം ഏറ്റെടുത്ത 2 തവണയും യുണൈറ്റഡിന് നല്ലൊരു തുടക്കം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് 2-ാം തവണയും ടീമിനെ മുമ്പത്തെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കളിപ്പിക്കാനും ആരാധകർക്ക് പോലും ഒരു ഹോപ്പും ബിലിയുമൊക്കെ വന്നിരിക്കുകയാണ്. ഇനി മൈക്കിൾ കാരിക്കിൻ്റെ ഫ്യൂച്ചർ അത് മാൻ യുണൈറ്റഡ് തീരുമാനിക്കും. എന്നാൽ എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, കാസിമിറോ മാൻ യുണൈറ്റഡ് വിടുമെന്നുള്ളത്. അദ്ദേഹം അത് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിച്ച് പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കാരിക്കിൻ്റെ സ്ക്വാഡിലെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവന്ന താരങ്ങളിൽ ഒരാളാണ് കാസിം ബൈ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മാൻ യുണൈറ്റഡിന് വേണ്ടി ഈ EPLലെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ. എന്താണ് സംഭവം? യുണൈറ്റഡിന് വേണ്ടി ഈ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിന് വേണ്ടി ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ബെഞ്ചമിൻ സെസ്കോ. അദ്ദേഹം ഒരു മുന്നേറ്റ താരമാണ്. അദ്ദേഹം 10 ഗോളുകളാണ് യുണൈറ്റഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ടാമതുള്ളത് എംബൂമോ. അദ്ദേഹം ഒരു മുന്നേറ്റ താരമാണ്. അദ്ദേഹം 9 ഗോളുകളാണ്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം 9 ഗോളുകളുമായി 2-ാം സ്ഥാനം പങ്കിടുന്നത് ഒരു DM റോളിൽ കളിക്കുന്ന ഒരു താരമാണെന്ന് പറഞ്ഞാൽ യെസ്, കാസിമിറോയാണ് 2-ാം സ്ഥാനം. 2 സ്ട്രൈക്കർമാരോടൊപ്പം ഒരു DM റോളിൽ കളിക്കുന്ന താരം ഇങ്ങനെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എപ്പോഴും വിന്നിങ് മെൻറ്റാലിറ്റിയോടുകൂടി കളിക്കുന്നവരാണ്. അഗ്രസീവായിരിക്കും. ടീമിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ കൃത്യമായ സമയത്ത് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന താരമാണ്. എല്ലാറ്റിനുമുപരി ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പ്യുവർ പാഷനേറ്റ് ആയിട്ടുള്ള താരം. അതൊക്കെ കൊണ്ട് തന്നെയാണ് മാൻ യുണൈറ്റഡ് ആരാധകർ വൺസ് മോർ ഇയർ എന്ന് കാസിമിറോയുടെ ഓരോ മാച്ചുകളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് പോലത്തെ വലിയ ക്ലബ്ബിൽ നിന്നും മാൻ യുണൈറ്റഡിനെ തെരഞ്ഞെടുക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് 4 വർഷങ്ങൾക്ക് ശേഷം വൻ ശക്തികൾക്കൊപ്പം മാൻ യുണൈറ്റഡിനെ കൊണ്ടെത്തിക്കുന്നു. ആ യാത്രയിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവന്ന താരമാകുന്നു. ഇന്നിതാ സന്തോഷവാനായി പടിയിറങ്ങുന്നു. വാട്ട് എ കരിയർ! അദ്ദേഹത്തിൻ്റെ അഭാവം യുണൈറ്റഡ് എങ്ങനെ നികത്തുമെന്നറിയില്ല. പക്ഷേ 1-2 താരങ്ങളെയൊക്കെ അവർ കൊണ്ടുവരേണ്ടി വരും. കുറേ യുവതാരങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല എന്നാണ് കരുതുന്നത്. കാരണം യുവ ടാലൻറ്റുകൾക്കൊപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളും കൂടി ചേരുമ്പോഴേ അതൊരു പെർഫെക്റ്റ് ടീമായി മാറുകയുള്ളൂ.
എക്സ്പീരിയൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. കാസിമിറോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാച്ചുകളിൽ അദ്ദേഹം എങ്ങനെ ഫൗൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് എങ്ങനെ ഡിസിഷൻ എടുക്കണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് വരാനിരിക്കുകയാണ്. ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ കാസിമിറോ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. റയൽ മാഡ്രിഡിലെ ആ വിശ്വസ്തൻ കാനറിക്കാരുടെ ബ്രസീൽ ടീമിലും കാസിമിറോ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാസിമിറോക്ക് ഒത്ത പകരക്കാരനെ കണ്ടെത്തിയേ മതിയാകൂ. അതവർ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഗുഡ് ബൈ.